പഠിച്ചിരുന്നത്. എനിക്ക് 2 മക്കൾ. ഭർത്താവ് എന്നെ കല്യാണം കഴിച്ചുകൊണ്ടത് പാലക്കാട്ടേക്കാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് കോങ്ങാട് ആയിട്ടാണ്. പിന്നെ എൻ്റെ മൂത്ത മോള് ഇവിടെ തന്നെയാണ് സ്കൂളിൽ പഠിച്ചു വരുന്നത്. ഇപ്പോൾ +1-ലാണ്. പിന്നെ എൻ്റെ മോൾക്ക് പിന്നെ ഒരു ഭാഗ്യമുള്ളത്, എന്നെ പഠിപ്പിച്ച മാഷിൻ്റെ 10ാം ക്ലാസ്സിൽ എൻ്റെ മോൾക്ക് ട്യൂഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷമായിട്ടുണ്ട്. ഇത്രയാണ് ഉള്ളത്. ഇപ്പം ഞാൻ LICയുടെ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മഞ്ജുള. എനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ. പേര് സംഗീത. BTech ലാസ്റ്റ് ഇയറാണ്. ഞാൻ മംഗലാകുന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യണത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രശ്മി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് വെങ്കടേശ്വരൻ. നേവിയിലാണ്, ഇന്ത്യൻ നേവിയിലാണ്. ഇപ്പോൾ ബോംബെയിലാണ് ആളുള്ളത്. ഞാൻ എറണാകുളത്ത് സെറ്റിൽഡാണ്. മോള് NIT സൂറത്തിൽ ഇൻ്റഗ്രേറ്റഡ് ഫിസിക്സ് ചെയ്യുന്നു, 3rd ഇയർ. മോൻ ഇപ്പോൾ +2 ആണ്. ഇപ്പോഴും എവിടെ വീട് എന്ന് ചോദിച്ചാൽ എനിക്ക് പാലക്കാട് എന്ന് പറയാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആൾക്കാർ ചോദിക്കും എവിടെയാണ് വീട് എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലാംഗ്വേജ് കൊണ്ടായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ അതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട്. എൻ്റെ പേര് പത്മാവതി. 10C-ലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഞാൻ കുഞ്ചപ്പുറത്തു നിന്നാണ് വന്നിരുന്നത്. ഇപ്പോൾ താമസിക്കുന്നത് പുലാപ്പറ്റ. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്ത മകൻ ശരത്ത് 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ, സുഖമില്ലാത്തതുകൊണ്ടുകാരൻ. പിന്നെ മോള് ശാലിനി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് സഞ്ജീവൻ. ഞാൻ 8, 9, 10-ലാണ് കാട്ടുകുളം ഹൈസ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു ഒത്തുകൂടലിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിലവിൽ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഭാര്യ, ഒരു കുട്ടി. ഭാര്യ സ്മിത വന്നിട്ടുണ്ട്. മോൻ സിദ്ധാർത്ഥ്. ഭാര്യ സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഒറ്റപ്പാലം SSKPT ഹൈസ്കൂളിൽ അധ്യാപികയാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഇന്നലെ സ്കൂളിൻ്റെ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ 8D, 9D, 10D ഈ 3 ക്ലാസ്സിലും ഇന്നലെ പോയി. അപ്പോൾ അതിൽ 9Dയിലെ ഒരു രസകരമായ അനുഭവം ഞാൻ എന്തായാലും ഇവിടെ ഓർമ്മ വന്നത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. 8ലും 10ലും ലീലാവതി ടീച്ചറാണ് ഹിന്ദി പഠിപ്പിച്ചിരുന്നത്. 9ാം ക്ലാസ്സിൽ ജോണി മാഷാണ്. അപ്പോൾ ജോണി മാഷ ചോദിക്കലൊരു പ്രത്യേക രീതിയാണ്. ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ റൗണ്ട് പിടിച്ച് വരും, അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് തുടങ്ങും, ഏതെങ്കിലും ഒരു ബെഞ്ചിൽ നിന്ന് തുടങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ രാമേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഒരു പരിപാടി എന്ന് വെച്ചാൽ രാമേന്ദ്രൻ കൃത്യമായിട്ട് പറയും, 1ാമത്തെ ചോദ്യം നീ പഠിച്ചിട്ടില്ലേ? അപ്പം ഇവിടുത്തെ വരുമ്പോൾ 1ാമത്തെ ചോദ്യം വന്നാൽ 3ാമത്തെ ചോദ്യം, മറ്റേ നിലയ്ക്ക് വന്നാൽ 3ാമത്തെ ചോദ്യം. പിന്നെ അപ്പം അത് മാത്രമല്ല, കാര്യം എന്താ അറിയോ, 4ാമത്തെ ചോദ്യമാണെങ്കിൽ തൊട്ട് മുമ്പത്തെ ആള് 4ാമത്തെ ചോദ്യം പഠിച്ചിട്ടില്ലേ എന്നുള്ളത് കൃത്യമായിട്ട് ഇവൻ ഉറപ്പാക്കും. മാത്രമല്ല നീ നാളെ വരില്ലേ, വരാതിരിക്കട്ടെ, ഒരാൾ വന്നാൽ ഈ താഴെ പദ്ധതി പൊളിയും. അപ്പൊ അത് കാരണം എല്ലാവരും കൃത്യമായിട്ട് അന്ന് ഹാജരാകും. ഇതിനൊക്കെ രാമേന്ദ്രൻ വളരെ നന്നായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ചില സമയത്ത് ആരെങ്കിലും പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അന്ന് എല്ലാവരും കണ്ടുകൊള്ളും. അങ്ങനെ ഒരു രസകരമായ ഓർമ്മ ഇന്നലെ 9ാം ക്ലാസ് Dയിൽ പോയപ്പോണ്ടായി. അതേവർക്കും വേണ്ടിയിട്ട് പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പേര് അനുജ. ഞാൻ 10ാം ക്ലാസ് C-ലാണ് പഠിച്ചത്. എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. കർത്താവിൻ്റെ മകളാണ്. എന്നെ കല്യാണം കഴിച്ച് വടശ്ശേരിക്കാണ്. എനിക്ക് 2 മക്കൾ, ഹസ്ബൻഡ്. ചേട്ടനവിടെ ബിസിനസ്സാണ്. എൻ്റെ പേര് വിജയ. ഞാനിവിടെ കാട്ടുകുളത്തു നിന്ന് തന്നെയാണ് വന്നിരുന്നത്, വള്ളൂർ. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അടുത്താണ്, പൊറ്റശ്ശേരി. ഭർത്താവ് ഒരു പൊളിറ്റീഷ്യനാണ്. നിലവിൽ 2 ടൈം മെമ്പറാണ്. പിന്നെ ബിസിനസ് ചെയ്യുന്നു. 2 ആൺകുട്ടികൾ. ഒരാൾ 10ൽ പഠിക്കുന്നു, ഒരാൾ 7ൽ പഠിക്കുന്നു. ഞാൻ തച്ചമ്പാറ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് സിന്ധു. ഉണ്ണിയേട്ടൻ്റെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരി അനുഗ്രഹം കൊണ്ട് ഞാനിവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മോളാണ് ഉള്ളത്. മാഷാണ് ഹസ്ബൻഡ്. ഞാൻ ഈ ടീച്ചറുടെ മകളെ. ഞാൻ സുജാത. 10B-ലാണ് പഠിച്ചിരുന്നത്. ഇവിടെ അടുത്ത് തന്നെ സ്കൂള് പ്ലാക്കൂട്ടത്തിൽ. എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ചെറുങ്ങാട്ടയ്ക്ക്. കല്യാണം കഴിച്ചിട്ട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്താണ്, തിരുമാങ്ങുന്ന അമ്പലത്തിൻ്റെ അടുത്താണ്. വരുന്നവർ ആ വഴി വരുമ്പോൾ വീട്ടിൽ കയറിയിട്ട് പോവാം എല്ലാവർക്കും. പിന്നെ 2 മക്കളാണ്, പെൺകുട്ടികളാണ്. വലുത് ഡിഗ്രി കഴിഞ്ഞു, വലിയ ആള്. ചെറിയ ആള് ഡിഗ്രി 2nd ഇയറാണ്. ഇത്രന്നെ. ഭർത്താവ് ടൈലറാണ്. ഇത്രന്നെ. ഞാൻ ഗീത. ഞങ്ങളുടെ കാട്ടുകുളംകാരി തന്നെയാണ്. പട്ടിശ്ശേരി ബാലകൃഷ്ണ മാസ്റ്റർ മോളാണ്. ഞാൻ ശീശ്വരത്തേക്കാണ് കല്യാണം കഴിച്ചത്. ഹസ്ബൻഡ് വക്കീലാണ്. 2 കുട്ടികൾ. മൂത്താൾ +2 പഠിക്കുന്നു. 2 പെൺകുട്ടികളാണ്. മൂത്താൾ +2, ചെറിയ ആൾ 7th. പ്രിയദർശിനി. 10B-ലാണ് പഠിച്ചത്. എനിക്ക് 2 ആൺകുട്ടികളാണ്. 2 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്.
എൻ്റെ പേര് രോഷിനി. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. കുറച്ച് കാലമായിട്ട് 18 വർഷമായിട്ട് US-ലാണ്. ഹസ്ബൻഡും ആലുവക്കാരനാണ്, അവിടെ എഞ്ചിനീയറാണ്. ഞാൻ എൻ്റെൽ വർക്ക് ചെയ്യുന്നു. 2 പെൺകുട്ടികൾ, ഒരാൾ 11 ക്ലാസ് കഴിഞ്ഞു, രണ്ടാമത്തെ ആൾക്ക് 8 വയസ്സ്, 3-ാം ക്ലാസ്സിലേക്ക് പോകുന്നു. എനിക്ക് പണ്ടും കുറച്ച് കഥകളിയുടെ അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് പരിയാരക്കാവിലെ വൈകുന്നേരം 6:30 കഥകളിയുണ്ട്. എല്ലാവരും സൗകര്യപ്പെടുമ്പോൾ എല്ലാവരും വരണം. ഇപ്പം ക്ഷണിക്കുക, രാജി കല്യാണത്തിന് ക്ഷണിച്ച പോലെ ഞാൻ ഇന്ന് കഥകളിക്ക് ക്ഷണിക്കുകയാണ്. അപ്പം എല്ലാവരും വരണം. അപ്പോൾ എൻ്റെ കളി ഇത്രയാണ്. ഞാൻ പ്രമീള, മൂന്നറക്കോടാണ്, കല്ലൂരിന്നാണ് വന്നിരുന്നത്. ഭർത്താവിൻ്റെ വീട് മണ്ണമ്പറ്റയാണ്. ഇപ്പോൾ ഭർത്താവ് ഡ്രൈവറാണ്. എനിക്ക് 2 ആൺമക്കളാണ്. മൂത്താള് ജോലി ചെയ്യുന്നു, രണ്ടാമത്താള് ഡിഗ്രി കഴിഞ്ഞു. എൻ്റെ പേര് യശോദ. എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് എനിക്ക് ചില്ലഞ്ചേരിക്കാണ്. ഞാൻ കല്ലുവഴിയിൽ നിന്നാണ് വന്നിരുന്നത്. എനിക്കൊരു മോള്, അവൾ +1 പഠിക്കുന്നു. ഹസ്ബൻഡ് പെയിൻറ്റിങ് വർക്ക് ചെയ്യുന്നു. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കണ്ടതിന് വളരെയധികം സന്തോഷം തോന്നുന്നു. എൻ്റെ പേര് ഉഷാദേവി. ഞാൻ 10ാം ക്ലാസ് സിയിലാണ്. 8-ലും 9-ലായിരിക്കുന്ന സമയത്ത് എയിലായിരുന്നു, 8A 9A, പിന്നെ 10ലേക്കായപ്പോൾ സിയിലേക്ക് മാറി. പിന്നെ ഞാൻ പുഞ്ചപാടത്താണ്, പുത്തൻഷാരത്ത് സത്യഭാമ പിഷാരത്തി. അച്ഛൻ്റെ പേര് ഗോപാൽ പിഷാരടി. പിന്നെ മാഷ് ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. ഞങ്ങൾക്കൊരു മാഷ് മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഏട്ടൻ്റെ സ്ഥാനത്തുള്ളതാണ് രാമൻകുട്ടി മാഷ്. പിന്നെ എല്ലാവർക്കും, പിന്നെ അത് മാത്രമല്ല, നമ്മൾ പറയണ പോലെ ഇവിടെ നേരത്തെ പറയുന്ന കേട്ടു, നമ്മുടെ രാമൻകുട്ടി മാഷ് നമ്മളെല്ലാവരും ഊണ് കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറിയിരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് മാഷ് പുറകിലേക്ക് വടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവരെയും നോക്കി നടക്കും. അപ്പം എനിക്കത് അന്ന് തോന്നിയിരുന്നു, മാഷ് ഇപ്പം എന്തിനപ്പോൾ നമ്മളിങ്ങനെ ഒടുങ്ങിയിരിക്കണം നടക്കണം. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ അറിയുന്നത്. കാരണം ഒരു മാഷ് എന്നതിലുപരി നമ്മളുടെ മക്കളെ പോലെ സ്നേഹിക്കുകയും അവരുടെ പോലെ കാര്യങ്ങൾ അത്രയും അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുന്നത്. നമ്മൾ ഓരോ പ്രായത്തിലെത്തുമ്പോഴാണ് അതിൻ്റെ ഗുണം അറിയുന്നത്. അങ്ങനെ ഓരോ ടീച്ചേഴ്സിനോടും പ്രത്യേകം പത്മ ടീച്ചറെ ഓർക്കുന്ന സമയത്ത് തന്നെ ജോർജ് മാഷ് നമ്മളെല്ലാവരും ഓർക്കേണ്ടതാണ്. ജോർജ് മാഷും അതേപോലെ പുരാണങ്ങളിലും എല്ലാം ഒരുപാട് അറിവുള്ള ഈ സമയത്ത് ഞാൻ ജോർജ് മാഷയും പ്രത്യേകം ഓർക്കുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നാരായണൻ. ഞങ്ങൾ എറണാകുളത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. മോൻ വിഷ്ണു, മോള് വന്ദന. മോൻ BCom 2nd ഇയറായി, മോള് 8ൽ പഠിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്കാരം എല്ലാവർക്കും, എൻ്റെ ഗുരുക്കന്മാർക്കും ഇരിക്കുന്ന എൻ്റെ സഹപാഠികൾക്കും എല്ലാവർക്കും ആദ്യം ഞാൻ നമസ്കാരം പറയുന്നു. ഇന്ന് ഇവിടെ നിൽക്കാനുള്ള ഈ അനുഗ്രഹത്തിന് എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഈശ്വരാധീനവും കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ വേദിയിൽ വരാനും പങ്കെടുക്കാനും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പം എനിക്ക് പത്മ ടീച്ചർ പറഞ്ഞു മലയാളത്തിൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഒരു ഇത് ഓർമ്മ വരിക, ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലെ വേഷം എന്തെന്ന് വിധിപ്പതു വിഭോ ഭവൽ ചിത്തം വിശ്വപ്രിയമായ നടനം ചെയ്ത് വിധേയൻ എൻ കൃത്യം. അത് ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഒന്നുകൂടി എല്ലാവരും വിനീതമായി നമസ്കാരം ചെയ്തുകൊണ്ട് നമസ്കാരം. ഒരു മോനുണ്ട്, മോൻ 12th പഠിക്കുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, ബോംബെയിലാണ്. ബോംബെയിൽ തിരിച്ചു പോകുന്നു. നമസ്കാരം. എൻ്റെ പേര് ലത. പണ്ടൊക്കെ ഇംഗ്ലീഷിൽ കൂട്ടി പറഞ്ഞാലാണ് അറിയുള്ളൂ. ലത P 10th A ആയിരുന്നു. ഓരോരുത്തർ ചിരി തുടങ്ങി. സുരേഷ് ചേട്ടൻ ഇവിടെ ഇല്ലേ? ഇങ്ങനെ ഈ സരസ്വതി ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു സൗഹൃദ സംഗമത്തിന് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും എൻ്റെ ഗുരുക്കന്മാരെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് കോങ്ങാടാണ്. ഞാൻ എന്നാലും പുഞ്ചപ്പാടം വിട്ടു പോവില്ല എന്നൊരു ദൃഢ പ്രതിജ്ഞയിലാണ്. അത് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. എവിടേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിരിക്കണമെന്ന് ചോദിക്കണം എല്ലാവരും. എപ്പോഴേക്ക് കൊടുത്താലും ഞാൻ പുഞ്ചപ്പാടത്ത് തന്നെയാണ്, ഞാൻ പോവില്ല പുഞ്ചപ്പാടത്തുനിന്ന്. അതുകൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇത്രയും വേഗം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്, എല്ലാവരെയും കാണാൻ കഴിഞ്ഞതും. പിന്നെ എൻ്റെ ഹസ്ബൻഡ് അബുദാബിയിലാണ്. മക്കൾ 2 പേരാണ്. അഞ്ജലി +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ B.Pharm നെഹ്റു പാമ്പാടിയിൽ ചേർത്തിട്ടുണ്ട്. എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നെഹ്റുവിലാണ് ചേർത്തിരിക്കുന്നത്, അത് കാരണം. പിന്നെ എൻ്റെ മകൻ അർജുൻ ഇപ്പോൾ 10th കഴിഞ്ഞിട്ട് സെൻറ്റ് ഡൊമിനിക്കിലെ +1 ചേർത്തിരിക്കുകയാണ്. അവൻ്റെ വിജയത്തിനും പ്രാർത്ഥിക്കണം.
ഇതിന് പിന്നിൽ ഈ ഒരു സൗഹൃദ സംഗമത്തിന് നേതൃത്വം വഹിച്ച ഇതിന്റെ പിന്നിലെ ഭാരവാഹികളെ ഞാൻ നന്ദിപൂർവ്വം ഓർക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം കൂടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ രാമൻകുട്ടി സാറിൻ്റെ കീഴിൽ ഞാൻ ടീച്ചറായിട്ട് ശ്രീശാലം സെൻട്രൽ സ്കൂളിൽ 11ാമത്തെ വർഷമാണെന്നാണ് ഞാൻ ഓർക്കണം, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. പ്രീ പ്രൈമറി ടീച്ചറായിട്ട്. പഠിക്കുന്ന കാലത്ത് ഒട്ടും തന്നെ പഠിക്കാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ എന്നാലും ടീച്ചർ ആവണം എന്നുള്ളത് എനിക്ക് ഭയങ്കര മോഹമായിരുന്നു. അപ്പം ആ ഒരു ആഗ്രഹത്തോടു കൂടി ഞാൻ 10th കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷം പ്രീ പ്രൈമറി കോഴ്സ് എടുത്തു. പെരുങ്ങോട് ആനച്ചില്ലി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ രാമൻകുട്ടി സാർ എന്നെ ഡെയിലി കാണും. സാറ് പ്രിൻസിപ്പളായിട്ട് ശ്രീശാന്ത് സെൻട്രൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ കാണും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ് സ്കൂളിലേക്ക്. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് 2-3 വർഷക്കാലം സാറിൻ്റെ കീഴിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ ഗുരുക്കന്മാർക്കും ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊള്ളട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിത 10 ഏഴുണ്ടായിരുന്നു. ഞാൻ പൂക്കോട്ടുവന്ന് വന്നിരുന്നു. ഇപ്പോൾ ഗോവയിൽ ഹസ്ബൻഡ് 2 ആൺകുട്ടികൾ, ഒരാൾ വർക്ക് ചെയ്യുന്നു, ഒരാൾ പഠിക്കുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യണു. ഇപ്പോൾ വരാൻ പറ്റാത്തവരൊക്കെ പ്രത്യേക അന്വേഷണം പറയാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിനോടും എല്ലാവരോടും അത്ര. ഞാൻ 10-7 പഠിച്ച രേഖ എന്നാണ് എൻ്റെ പേര്. കല്ലുവഴിയിൽ നിന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്കൊരു മകനാണ്, +2 കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ കുടുംബ ഗ്രാമപഞ്ചായത്തിലും വർക്ക് ചെയ്യുന്നു. ഞാൻ ഉഷാകുമാരി, 10 സീലായിരുന്നു. ഭർത്താവ് 2 വീലർ വർക്ക്ഷോപ്പാണ്. 2 ആൺകുട്ടികൾ, മൂത്താൾ ഡിപ്ലോമ കോയമ്പത്തൂർ പഠിക്കുന്നു, 2 ITC കോട്ടപ്പുറത്ത് പഠിക്കുന്നു. എൻ്റെ പേര് ഉഷ, കിനാശ്ശേരിയിൽ നിന്നാണ് വന്നിരുന്നത്. കല്യാണം കഴിച്ചിട്ടുള്ള മാങ്ങോട്ടയ്ക്ക്. 2 മക്കള്. മൂത്താൾ ഡിഗ്രി 2nd ഇയർ, രണ്ടാമത്തെ ആൾ +2 പഠിക്കും. എൻ്റെ പേര് ഗീതാവി, കുഞ്ചപ്പാടത്തുനിന്നാണ് വന്നിരുന്നത്. നെല്ലിക്കുറിശ്ശിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. 2 മക്കള്, ഒരാണൊരു പെണ്ണും. പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. ആൺകുട്ടിയും മെറീൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. എൻ്റെ പേര് സുമ. ഞാൻ 8, 9, 10 ക്ലാസ്സിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ സ്കൂളിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ എനിക്ക് 2-3 കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. അത് ആദ്യം പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഒന്ന്, മഴക്കാറ് കാണുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് രാമൻകുട്ടി മാഷയാണ്. എന്താന്ന് വെച്ചാൽ ഈ മാത്തമെറ്റിക്കൽ ഡ്രോയിങ്ങിൽ ഞാൻ വളരെ മോശമായിരുന്നു. എങ്ങനെ വരച്ചാലും മായ്ക്കാതെ ഒരു ചിത്രം പൂർത്തിയാക്കാൻ പറ്റില്ല. സാറ് നിരന്തരം എൻ്റെ അടുത്ത് വന്നിട്ട് മഴ പെയ്യുമല്ലോ സുമേ, കാർമേഘം ഉണ്ടല്ലോ, പുസ്തകത്തിൽ നല്ല കാർമേഘം ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ഈ മഴക്കാറ് കാണുമ്പോൾ ഒക്കെ ഞാൻ ആദ്യം ആലോചിക്കുന്നത് രാമൻകുട്ടി സാറിനെയാണ്. പിന്നെ ആലോചിക്കുന്നത് ലീല ടീച്ചറാണ്. 200 പേജിൻ്റെ 3 ബുക്ക് കെമിസ്ട്രി ഇമ്പോസിഷൻ മാത്രം എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൂടാതെ ഡെയിലി ഒരടി എനിക്ക് ടീച്ചർ വകയുണ്ട്. ഞാൻ എൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് തൊട്ടടുത്ത് സുജിതയാണ്, സുജിതോട് വർത്താനം പറയായിരിക്കും. അപ്പോൾ ആരാ ബെഞ്ചിൽ വർത്താനം പറഞ്ഞാലും ആദ്യത്തെ അടി എനിക്ക്. എൻ്റെ ഈ വർത്താനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യും, തലേ ദിവസത്തെ എടുത്ത് ചോദ്യം ചോദിക്കും, തടി തപ്പും. അതിൻ്റെ മുമ്പത്തെ ചോദിക്കും, അതും എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു നോക്കും. പിന്നെ ടീച്ചർ എന്ത് ചെയ്യും, എടുക്കാൻ പോണ ഭാഗം വായിച്ചു വന്നിട്ടുണ്ടോ അങ്ങനെ ചോദിക്കലേ. പിന്നെ അങ്ങനെ ഇമ്പോസിഷൻ. ഇപ്പോൾ കെമിസ്ട്രിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതൊരു പേടിയുണ്ട്. മാത്രമല്ല എന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 10ാം ക്ലാസ്സിൽ കെമിസ്ട്രിക്ക് 40 മാർക്കില്ലെങ്കിൽ നിന്റെ SLC ബുക്ക് ഞാൻ ഒപ്പിടില്ലാന്ന് പോരെ. അതോടുകൂടി എല്ലാം പോയി. അപ്പോൾ എന്തായാലും SLC ബുക്ക് ഒപ്പിട്ട് കിട്ടില്ല എന്നുള്ളൊരു ബേജാറിലായിരുന്നു. നോക്കുമ്പോൾ കൃത്യം 40 മാർക്ക്. അങ്ങനെ നടന്നു കഴിഞ്ഞത്. പിന്നെ 3ാമത്തെ കാര്യം, എനിക്ക് ലീലാവതി ടീച്ചറെ, ഹിന്ദി എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ലീലാവതി ടീച്ചറാണ്. നേക്കോസേ കാക്കേക്ക് മേമ്പർ എന്നോട് ചോദിക്കും, വിഭക്തി പ്രത്യയങ്ങളോട് കൂടി നേക്കോസേ കാക്കേക്ക് മേമ്പർ ചേർത്താൽ എന്താ വരിക? ഒരു സംശയം ഉണ്ടാവില്ല, മേക്കാ മേക്കേ മേക്കി പറഞ്ഞു. 100 തവണ ഇമ്പോസിഷൻ എഴുതി. അതുകൊണ്ട് ആ ഒരു ഓർമ്മ ഞാൻ ഇപ്പം എൻ്റെ മകൾക്ക് പറഞ്ഞു കൊടുത്ത്. ഹിന്ദി അത്ര വശമില്ല, എന്നാലും ഹിന്ദി ഭാഷ പഠിപ്പിച്ചുകൊണ്ടുണ്ട്. ഇപ്പം അവൾ ചോദിച്ചാൽ കൂടി പറയും, വിഭക്തി പ്രത്യയങ്ങളോട് കൂടി ചേർത്താൽ എന്താ വരിക എന്നുള്ളത് കൃത്യമായിട്ട് പറയും. ഇത്ര നല്ല സുഖമുള്ള ഓർമ്മകൾ എപ്പോഴും. അത് ഞാൻ ഏതൊക്കെ സ്ഥലങ്ങളിൽ 2-3 സ്കൂളുകൾ മാറി മാറി വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ പോകുമ്പോഴും ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് ഇപ്പോഴും അത് ഭയങ്കര ഒരു സന്തോഷമാണ് അത്രയും കാര്യങ്ങൾ ഓർക്കുന്നത്. ഇനി എൻ്റെ കുടുംബം, ഹസ്ബൻഡ് ഇവിടെ അപ്പോളൊരു വർക്ക് ചെയ്യുന്ന എറണാകുളത്ത്, ഒരു മോളാണ്, പേര് നമിത.
ഞങ്ങളുടെ 2-3 കൂട്ടുകാരുടെയൊക്കെ മക്കളുടെ പേര് നമിത തന്നെയാണ്. പ്രായം ഒരേപോലെയാണ്. അവൾ BSc നഴ്സിംഗ് 3rd ഇയർ ആയി, PK ദാസിൽ പഠിക്കുന്നു. ലത പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പ്രാർത്ഥിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞപ്പോൾ സംശയം തോന്നി പ്രാർത്ഥിക്കണം. എന്തായാലും കഴിയാറായി, 1 കൊല്ലം കൂടെ ഉള്ളൂ. പിന്നെ മോളെ വിവാഹ നിശ്ചയമാവാനായി. ഇവിടെ വന്നപ്പോഴാണ് ഈ നമ്മുടെ സഹപാഠിയിൽ ഒരാളുടെ റിലേറ്റീവ് ആണ് എന്നുള്ളത് മനസ്സിലായത്. അത് അനിലിൻ്റെ ഒരു റിലേറ്റീവ് ആണ്. വിവാഹ നിശ്ചയം സെപ്റ്റംബർ 9 നടക്കാൻ പോണേ ഉള്ളൂ. പിന്നെ ഈ ഇങ്ങനെ ഒരു സൗഹൃദ സംഗമം സംഘടിപ്പിക്കാൻ സഞ്ജീവ്, അനുജ, പ്രവീൺ ഇവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഞാൻ ഇടയിൽ എപ്പോഴെങ്കിലും 1-2 തവണ ചെല്ലാന്നല്ലാണ്ട് കൂടുതലായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല. അവർ പറയുന്നതിനെല്ലാം ശരി, എന്താ വേണ്ടെന്ന് വെച്ചാൽ ആവാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ ആണെങ്കിൽ സഞ്ജീവ ഒരു വലിയ പരാതിയുണ്ട്. എന്താണെന്നറിയോ? SSLC ബാച്ച് 89-90ന്റെ സംഗമം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മേക്കപ്പ് ഇട്ട് നടന്ന പലരും വിഷമത്തിലാണ്. കാരണം എല്ലാവരും 89-ല് SSLC. അപ്പോൾ ഇപ്പൊ എത്ര വയസ്സായി എന്ന് കണക്കാക്കിയിട്ട് വയസ്സ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ് 1-2 ആൾക്കാർ പരാതി ഉണ്ട് കേട്ടോ. അതിപ്പോ മേക്കപ്പ് ഇട്ട് നടന്നവരൊക്കെ ഒഴിവായി കുളിങ്ങിടണ്ട. അപ്പൊ എൻ്റെ എല്ലാ സഹപാഠികൾക്കും ഗുരുനാഥന്മാർക്കും ആരോഗ്യ സേവനങ്ങൾ നേരുന്നു. നമസ്കാരം. ഞാൻ കാട്ടുകുളത്ത് എൻ്റെ വീട്. അവിടെ നിന്ന് തന്നെ കോങ്ങാട്ടിലേക്ക് കല്യാണം കഴിച്ചു. എനിക്ക് 2 പെൺകുട്ടികൾ. ഒന്ന് +2 പഠിക്കുന്നു പുലാപ്പറ്റ, ഒന്ന് 10th പഠിക്കുന്നു. അതുകൊണ്ട് 2 പേരും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ നിന്ന് വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞതാണ്. എനിക്ക് കിട്ടുമ്പോൾ ഉള്ള സ്കൂളിൽ ഞാൻ വിളിച്ചാൽ പോയി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ കോൽപ്പാട് സ്കൂളിൽ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ട്യൂഷൻ ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഏട്ടൻ ഭർത്താവ് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ഭാഗീരഥി. എൻ്റെ കാട്ടുകുളത്ത് തന്നെയാണ് വീട്. എന്നെ വെള്ളിയാഴ്ച കല്യാണം കഴിച്ചിട്ടുണ്ട്.